എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ കാഠ്മണ്ഡുവിന് യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണ്. ഗൈസ് നോക്കൂ, നേപ്പാളിലെ സെക്കൻഡ് ഡേ ആണ്. ഗൈസ് നോക്കൂ, ഇന്ന് യാദൃശ്യമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള, അതായത് നമ്മളെ ടിബറ്റ് വഴി ചൈനയ്ക്ക് കൊണ്ടുപോകുന്ന ആളെ ഞങ്ങൾ ഇന്നലെ കിടന്നുറങ്ങിയ പെട്രോൾ പമ്പ് വെച്ച് കണ്ടു. അയാളായിട്ട് സംസാരിച്ചു. അപ്പോൾ ഏകദേശം എല്ലാവരും കാഠ്മണ്ഡു എത്തിയിട്ടുണ്ട്. ഒരു വണ്ടി കുറച്ച് മുമ്പേ പോകുന്നതും കണ്ടു. ഗൈസ് നോക്കൂ, ഇതിനകത്തൊരു വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാണ് ഏറ്റവും താമസിച്ചിരുന്നത്. നാളെ 9:30 നമ്മുടെ സബ്മിഷൻ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഗൈസ് നോക്കൂ, അതേ സമയത്ത് ഞങ്ങൾ വരുന്ന വഴിക്ക് ഈ കാണുന്ന പാലത്തിൽ റസാക്കാക്കി കയറണമെന്ന്. അങ്ങനെ റസാക്ക ഈ കാണുന്ന പാലം കയറാൻ വേണ്ടി പോയതാണ്. ഇപ്പം തന്നെ തിരിച്ചു വരും. ഗൈസ് നോക്കൂ, വണ്ടി ഓടിക്കുന്നത് സെബിനാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഒച്ച കാര്യങ്ങളൊക്കെ പോയിട്ട് സൗണ്ട് അവൻ വണ്ടി ഓടിച്ചോളും. അപ്പോൾ നമ്മൾ നേരെ കാഠ്മണ്ഡു ലക്ഷ്യമാക്കുന്നത്. ഏതാണ്ട് ഒരു 3 മണിക്കൂറത്തെ കേസേ ഉള്ളൂ ഇവിടുന്ന് കാഠ്മണ്ഡുവിന്. ഗൈസ് നോക്കൂ, ഈ കാണുന്ന വളരെ പ്രകൃതി മനോഹരമായ കിടിലൻ സ്ഥലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യണേ. ഇവിടെയൊക്കെ തീർ പച്ചപ്പ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ കിടിലൻ ഗ്രാമങ്ങളും അതുപോലെ സെറ്റപ്പും സംഭവങ്ങളൊക്കെയാണ്. ഗൈസ് നോക്കൂ, ആർ യു സോ എക്സൈറ്റിംഗ് ദാറ്റ് ടിബറ്റ് ആൻഡ് ചൈന ക്രോസിംഗ് കസാക്കിസ്ഥാൻ. ഞങ്ങൾ ചോദിച്ചു, പുള്ളി ചോദിച്ചത് കസാക്കിസ്ഥാൻ ആണോ അതോ മംഗോളിയക്കാണോ എങ്ങോട്ടാണ്? അവിടെ ഇത് വേണം, ഇൻവിറ്റേഷൻ ചെയ്യണം. മംഗോളിയയിൽ അവിടെ ഇൻവിറ്റേഷൻ ഇല്ലാതെ നമുക്ക് കിട്ടൂല അല്ലേ? അതാണ് സംഭവം. വണ്ടി ഒന്ന് കാഠ്മണ്ഡു കൊണ്ടൊരു കഴുകേണ്ട കാര്യമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ലിറ്റിൽ ബിറ്റ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം കേട്ടോ. വണ്ടി വരുന്നുണ്ടോ? അവിടുന്ന് വണ്ടി കയറി, ഇവിടുന്ന് വണ്ടി കയറി, രണ്ടുപേരും മുമ്പി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ടൂറിസ്റ്റുകളുടെ അയ്യൊരു കളിയാട്ടോ. ഇതിപ്പം ടൈറ്റ് ആക്കണല്ലോ. എന്താ ചെയ്യണ്ട നമ്മള്? ലൂസായോ? എല്ലാവരും വണ്ടി കയറി. ഇനി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്കാട്ടോ. അതായത് ഇവിടുന്ന് എന്താ പറയണ്ടോ മാപ്പില സെബിന, അവന് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. പെണ്ണങ്ങളുടെ പോലെ ഔട്ട് വരുള്ളൂ. ഔട്ടിന്റെ ചാനൽ അടിച്ചു. 88 കിലോമീറ്റർ. തൊണ്ടവേനയാട്ടോ ഭയങ്കരം. ഇന്നലത്തെ ഉറക്കം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കോ? ഗൈസ് നോക്ക്, നല്ല ഹോസ്റ്റലൊക്കെ പണ്ടല്ലേ നമ്മൾ ധ്യാനത്തിനൊക്കെ പോയിട്ട് പണ്ട് എല്ലാരും കൂടെ കിടന്ന ഒരു പ്രത്യേക 4 പേര് കിടന്ന ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. തോന്നിയില്ല ഇവരെല്ലാം കൂടെ രാത്രിക്കാർ എന്നെ പിടുത്തം. യു മീൻ ജാക്കി? ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ടൊയോട്ടയുടെ ഹൈലക്സ് കാണാം. പണ്ടൊക്കെ ഇത് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പൊ ചൈനീസ് വണ്ടികൾ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങിയപ്പോൾ ഹൈലക്സ് ഒക്കെ വളരെ കുറയും. ഇങ്ങോട്ട് നോക്കിയാൽ എന്ത് തീറ് ലുക്കാന്ന് നോക്കിയേ. തട്ടാട്ടോ, ഫുള്ള് തട്ട് സെറ്റപ്പാണ്. റോഡ് ഇങ്ങോട്ട് വന്നപ്പോൾ എത്ര മോശമായി പോയി അല്ലടാ സെബിനെ? നേരത്തെ ഒക്കെ നല്ല കിട്ടിന റോഡായിരുന്നു. ഇത് നോക്കണല്ലോ ഇവനെ, നല്ല കടല് പോലെ, കടലിന്റെ ബീച്ച് പോലെ കേട്ടോ. ഭയങ്കരമായിട്ട് കൂടുതലായ സ്ഥലമാണ് ഇത്. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ യാത്രക്കാർ വരുന്നത്. മഴക്കാലത്ത് ഇവിടെ യാത്രക്കാർ. പ്രകൃതി ദുരിതങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം കേട്ടോ നേപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അത് ഭയങ്കര കൂടുതലാണ് ഇവിടെ അല്ലേ ഇവനെ? പൊടിമണ്ണാടാ. പൊടിമണ്ണും അതെ. ഇവിടെ നമുക്ക് മഴക്കാലത്ത് ഒരു കാരണവശാലും യാത്ര ചെയ്യാൻ പറ്റൂല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ ഒക്കെ എന്ന് വെച്ചാല് നേപ്പാൾ അങ്ങോട്ടൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരൂലേ, അതേപോലെയാണ് നമ്മൾ കാശ്മീർ സൈഡിലോട്ട് യാത്ര ചെയ്യുന്നത്. ഏത് സമയത്തും റോഡ് ഉണ്ടാവൂല. ഇതേപോലെ ഒറ്റയും പറ്റിയായിട്ട് ചെറിയ ബ്ലോക്കുകൾ വരും കേട്ടോ. ഇതൊന്നും അത്ര വണ്ടി ഉണ്ട് കേട്ടോ. അത്ര വലിയ ബ്ലോക്ക് അല്ല കേട്ടോ. നേരത്തെ ഒക്കെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇന്നലൊക്കെ ഞാൻ കിട്ടിയായിരുന്നു വലിയ ബ്ലോക്കുകൾ കേട്ടോ. ഫുള്ള് ഫോറിനേഴ്സ് ആണല്ലോ. റഷ്യക്കാരൊക്കെ കുറെ പേര് കണ്ടല്ലോ നമ്മളല്ലേടാ. ഫുള്ള് ഫോറിനേഴ്സ് റഷ്യക്കാരാണ് ടൂർ വരുന്നത്. ഇന്ത്യ നേപ്പാൾ ബസ്, ഫ്രണ്ട്ഷിപ്പ് ബസ്. ഇന്ത്യയുടെ നല്ല കിട്ടിലും വോൾവോ ഇവരുടെ സാധാരണ ഇങ്ങനത്തെ ഒരു ബസ് വണ്ടി. എന്തൊരു മലിനീകരണം നോക്കിയടാ. ഭയങ്കര പൊടിയും ഇതൊക്കെ കേട്ടോ. വേറൊരു കേസുണ്ട്. അതായത് നമുക്ക് എണ്ണ അടിക്കണം. ഞങ്ങൾ 10,000 രൂപയ്ക്കാണ് നേപ്പാളി മണി മാറിയത്. അത് തികയൂല കേട്ടോ. ഇപ്പം തന്നെ ഏതാണ്ട് 5,000 രൂപ തീർന്നു ഞങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ഏതായാലും നല്ലൊരു പമ്പിൽ കയറ്റി വണ്ടി എണ്ണ അടിക്കേണ്ട അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യണം കേട്ടോ. ഫുൾ ബ്ലോക്ക് ആയിട്ട് ബസ്സുകൾ പോകുന്ന നോക്കി. നമ്മൾ ഏറ്റവും വലിയ മണ്ടത്തരം കാണിച്ചേക്കോ. ഇത് നോക്കണോ, ഒരു ഗ്രാമത്തിലേക്കുള്ള നോക്കടാ തൂക്കുപാലം. എൻ്റെ അമ്മോ, ലിവി പറഞ്ഞ വളരെ ശരിയാട്ടോ. തൂക്കുപാലം തൂങ്ങിയിരിക്കുന്നു. വാട്ട് ഈസ് ദിസ്? ഇനി ഫസ്റ്റിലിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ഈ കയറ്റത്തിലൊക്കെ ബ്ലോക്ക് എന്നുള്ള മെയിൻ പ്രശ്നമില്ല. സെവനെ ഗ്യാപ്പ് ഇട്ട് പിടിക്കണേടാ. അവർ കയറ്റി വെക്കില്ല കേട്ടോ. കാരണം അത് ചെറുതായിട്ട് ബാക്കോട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും ടീച്ചിങ് കൊടുക്കും കേട്ടോ. എൻ്റെ കൂടുതൽ ഇവർക്ക് ആർക്കും ഡ്രൈവ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ കുണുകുണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ കാണിക്കുമോ? കുണുകുണം കാണിക്കുന്നത് വീഡിയോ എടുക്കുവാനേ. ഇതൊക്കെ ചെറിയ വില്ലേജുകളാട്ടോ. ഒരു പുഴയുടെ അപ്പുറം കേട്ടോ സംഭവങ്ങളൊക്കെ. ഇവിടെ ടാറിങ് നടക്കുവാടാ. ഇവിടെ ടാറിങ് ഓവർ സ്പീഡ് പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ടാറിങ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ പഴയ രീതിയിലുള്ള ടാറിങ് ഇല്ലേ, നമ്മുടെ പഞ്ചായത്ത് റോഡുകളൊക്കെ ചിലപ്പോൾ ഒക്കെ ഇപ്പം കാണാം കേട്ടോ. ആ ഒരു രീതിയിലുള്ള ടാറിങ് സംവിധാനങ്ങളാണ്. എന്നാടാ? ഗ്യാപ്പുണ്ട് അടിച്ചോ.
പുഴയ്ക്കകത്ത് കയാക്കിംഗ് ഉണ്ട് കേട്ടോ. കയാക്കിംഗ് ഇതുണ്ടോ, ഈ ഇലയുടെ ഇടയിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കയാക്കിംഗ് കേട്ടോ. ഓ, ഇവിടെയൊക്കെ നല്ല തീരെ കൃഷിയാണ് കേട്ടോ. പക്ഷെ അത്യാവശ്യം ഇവിടെ സാധനങ്ങൾക്ക് വിലയുണ്ട്. ഇത് ബ്ലോക്കല്ലേ, അങ്ങ് വരെ ബ്ലോക്കാണ് കേട്ടോ. പണ്ട് ഹൈലക്സിന്റെ സമയത്ത് എന്തോരം ഹൈലക്സ് ഉണ്ട്, ഇപ്പൊ ഫുള്ള് ചൈനീസ് ആട്ടോ. ഇന്ത്യൻ വണ്ടികൾ, ഈ വണ്ടികളൊക്കെ ഇപ്പൊ കുറവാണ് നമ്മുടെ ഇന്ത്യൻ വണ്ടികൾ. ചൈനീസ് വണ്ടികൾക്ക് വിലക്കുറവാണ്. വിലക്കുറവും പിന്നെ ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് ഏറ്റവും കൂടുതൽ ഈ കാണുന്ന ഹൈലക്സ് ആയിരുന്നു കേട്ടോ. ഈ ഹൈലക്സ് ഒക്കെ കള ഒഴിഞ്ഞു ഇപ്പൊ ചൈനീസ് വണ്ടികൾ കൊടുക്കും. അതിലിപ്പോ 60 ലക്ഷം രൂപ കൊടുക്കേണ്ടത് ചൈന വണ്ടിക്ക് 20 ലക്ഷം രൂപ 20 ലക്ഷം രൂപ കൊടുത്താൽ അത്യാവശ്യം ഓടും, വലിയ കുഴപ്പമില്ല. ആ 60 ലക്ഷത്തിന് 3 മേടിക്കാം. ഇവിടെയൊക്കെ കൃഷിയുണ്ട് കേട്ടോ റസാക്ക. ഇത് ഇവിടെയൊക്കെ ചോളം അതുപോലെ അല്ല ചോളം അല്ല കേട്ടോ, മത്തൻ കുമ്പളം അതുപോലത്തെ സംഭവം, അങ്ങനത്തെ എന്താ സെറ്റപ്പ് കേട്ടോ. ആ ഇവിടുന്ന് വരാൻ നേരത്തെ സെബിനോട് അങ്ങനെയല്ല എന്റെ അപ്പം ചോദിച്ചാൽ മത്തൻ കുത്തിയ കുമ്പളം മുളക്കി വന്ന് പാവം വളരെ കഷ്ടമുണ്ട് കേട്ടോ. സൗണ്ട് പോലും ഇല്ല, അതുകൊണ്ട് പക്ഷെ കൈ പ്രവർത്തിയോ കേട്ടോ, ഓൾറെഡി മാറി. ഇവിടെയൊക്കെ ഉണ്ടല്ലോ പല രീതിയിലുള്ള ഡെവലപ്മെന്റ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണോ വണ്ടി ഓടിക്കാൻ നേരത്തെ. ഇതുണ്ടോ വെറുതെ പാട്ട പോലത്തെ സാധനങ്ങളൊക്കെ ആട്ടെ വെച്ചാക്കുന്നത്, അങ്ങ് മറിഞ്ഞു പോകും. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുണ്ടോ, ഇത് ഇവിടെയൊക്കെ പാലം വരുന്നുണ്ട്. അവിടെ ഒരു തൂക്കുപാലം കണ്ടോ, വലിയ തൂക്കുപാലം കേട്ടോ. അങ്ങ് ഉള്ളില് ബിൽഡിങ് മാന്തി എടുത്താക്കുന്നൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടി. അപ്പൊ ഇതിലായിരിക്കും കേട്ടോ പാലം പോകുന്നത്. എൻ്റെ അമ്മ ഒരു 5 നില ബിൽഡിംഗ് ആട്ടോ. അത് ടൂറിസ്റ്റ് ഹോം പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കണം. അത്യാവശ്യം തിരക്കായി കേട്ടോ, അല്ലേടാ? തിരക്കായി. രാത്രി തിരക്ക് അത്രയും വന്നാൽ പകല് നല്ല തിരക്കുണ്ടോ. ഓമിനി കൊണ്ട് വരുന്ന സമയത്തൊന്നും ഇത്ര തിരക്കുള്ള ഈ റോട്ടിൽ കൂടി അല്ല നമ്മൾ വന്നേ, അപ്പുറത്തെ റോട്ടിൽ കൂടിയാ വന്നേ. കാണുന്നുണ്ടോ എന്റെ പുതിയ ഫോണും സംഭവങ്ങളൊക്കെ വെക്കുന്ന പുതിയ സംഭവം. ഈ ബാഗ് എങ്ങനെയെങ്കിലും ഉപകാരപ്പെട്ടതിൽ വളരെ സന്തോഷം. എന്തായാലും എണ്ണ അടിക്കണം കേട്ടോ. തീരൂലടാ? ഒരു ഘട്ടം മിന്നിക്കൊണ്ടിരിക്കുന്നു. സെവിനെ പമ്പ് നോക്കി നിർത്താ. ചൈനീസ് ബസ് നോക്കി. ആ ചൈനയുടെ ചെറിയ ബസ്സല്ല ഇവനെ, ഫുള്ള് ചൈനീസ് കുത്തൊക്കെ ആയടാ. പൈസ കുറവല്ലേ? ഉണ്ടായില്ല പൈസ. ഈ നമ്മൾ ഈ വികസിത രാജ്യമല്ലേ, വികസ്വര പിന്നെ അണ്ടർ ഡെവലപ്പിംഗ് കൺട്രീസ്, അങ്ങനത്തെ കൺട്രീസിൽ ഇപ്പം ഭയങ്കര അടി. പിന്നെ ഹൂണ്ടായുടെ ബസ്സുകൾ ഇറങ്ങുന്നുണ്ട്. അത് ഈ പിന്നെ കൊറിയയിലും ജപ്പാനിലൊക്കെ അവർ ഇത്ര വർഷം കഴിഞ്ഞ് ഔട്ട് ചെയ്യണം കേട്ടോ വണ്ടി. അപ്പോൾ ആ ഔട്ട് ചെയ്യുന്ന വണ്ടികൾ പിന്നെ ഇത്ര വർഷം കഴിഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ ഇങ്ങനത്തെ കൺട്രിയിലേക്ക് കയറി വരുന്നുണ്ട്. ഇവിടെ ഇതുവരെ ഞാൻ ഹൂണ്ടായുടെ ബസ് കണ്ടില്ല. കാരണം ഇവിടെ ഇന്ത്യൻ ബ്രാൻഡുകളാണ് ഭൂരിഭാഗം. മഹീന്ദ്രയുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ കച്ചവടം. മഹീന്ദ്ര ഉണ്ട്, മാരുതി കുറവ്, ഹൂണ്ടായി, പിന്നെ ടാറ്റ. ഇവിടെ നാട്ടിൽ വരാൻ വന്ന ഫോർഡ് എൻഡവർ ഞാൻ കാണിച്ചു കേട്ടോ. ഇതൊക്കെ ഇവിടെ നേരത്തെ ഉള്ളതാണ്. ഞാനിത് തായ്ലൻഡ് കമ്പോഡിയൊക്കെ പോയി ഇഷ്ടം പോലെ കണ്ടോ കേട്ടോ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ഫോർഡ് എൻഡവർ. ഇത് ഈ കാണുന്ന സാധനം കേട്ടോ. ഇത് അടിപൊളി സാധനമല്ലേ, കിട്ടുന്ന സാധനം കേട്ടോ വണ്ടി. നേപ്പാൾ ആർമിയാന്ന് തോന്നുന്നു കേട്ടോ. ആരാടാ? ഇന്ത്യൻ ആർമിയാണല്ലോ. ഇന്ത്യൻ ആർമിയാണോ? അല്ല, നേപ്പാളാണ്. ഇന്ത്യ കൊടുത്താക്കുന്ന വണ്ടിയാണ് ഇത്. ഫുൾ ഇന്ത്യൻ ആർമിയുടെ വണ്ടി. ഇന്ത്യ കൊടുത്താക്കുന്നുണ്ടോ. ടാറ്റയും ലൈലാൻഡും ഒക്കെയാണ് പോയത്. ഇത് നമ്മുടെ കൊടുത്ത് വെള്ളം തോന്നുന്നു കേട്ടോ. ആ അതെ, ഇവരും ഞങ്ങളുടെ കൊടുത്തുള്ളത്. മാനാടാ ഇവനെ. ഓ അത് വമ്പം വണ്ടിയാണല്ലോടാ, അല്ലേ? അത് നമ്മുടെ കൊടുത്ത് വെള്ളാന്ന് എനിക്ക് തോന്നുന്നു. വണ്ടി നമ്മുടെ കൊടുത്ത് വെള്ളം. ഞാൻ നേരത്തെ പാസ്സായി കണ്ടതാ. കാണുന്ന വഴിയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് കാഠ്മണ്ഡുവിലേക്ക് പോകേണ്ടത്. പക്ഷേ ഉണ്ടല്ലോ, ഞങ്ങള് എണ്ണ അടിക്കാൻ വേണ്ടി വണ്ടി കൊണ്ട് നിർത്തി കേട്ടോ. വണ്ടിക്ക് എണ്ണ വളരെ കുറവാണ്. റസാക്ക ചോദിച്ചേ കാർഡ് എടുക്കുമെന്ന്. റസാക്ക അർജന്റായിട്ട് ഒരു സ്ഥലം വരെ പോവാട്ടോ. കാർഡ് എടുക്കുമെന്ന് ചോദിച്ചേ. ഗൈസ് കാർഡ് എടുക്കുമെന്ന് ചോദിച്ചു. കാർഡ് എടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ലിബിയോട് പറഞ്ഞിട്ട് ഇവിടുത്തെ നേപ്പാളിലെ ഒരു 4000 രൂപയ്ക്ക് അടിക്കാം കേട്ടോ. 3000 മതിയായിരിക്കും. ബാക്കി കാഠ്മണ്ഡു ഒന്ന് അടിക്കാം, അതിൻ്റെ ആവശ്യമുള്ളൂ. എണ്ണ അടിക്കുന്ന സ്ഥലം കേട്ടോ. എണ്ണ അടിക്കുന്നതിന് പോയി. ആ അപ്പോൾ നേപ്പാളി 4000 കൊണ്ടാ വണ്ടി അടിച്ചേ. വാ ഇറങ്ങി വേടാ, എണ്ണ തുറന്നു കൊടുക്കടാ. ഇവന് എണ്ണ വരുമ്പോൾ നേരം വെളുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിലൊക്കെ വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ചീറിപ്പായോടും പം 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 എന്ന് പറഞ്ഞാൽ പോകുന്നത്. ആ ഷബി റിലാക്സ്. ഷബി മച്ചാജ് മച്ചാ ചായേ ചായേ നോ 4000 നേപ്പാളി. പൈസ നോക്കി. ഇവിടെ 160 ആട്ടോ. അപ്പം നാട്ടിലെ 100. നാട്ടിലെ 100 രൂപയാണ് ഇവിടെ എണ്ണയ്ക്ക് കേട്ടോ. അപ്പം എത്ര രൂപ ഉണ്ടോ? നമ്മുടെ നാട്ടിൽ വെച്ചാൽ 4 രൂപ കൂടുതൽ അല്ലേ? നമ്മുടെ നാട്ടിൽ വെച്ചാൽ നമ്മുടെ നാട്ടിൽ 96 രൂപയല്ലേ? ആ ഗൈസ് നോക്കും 4 രൂപ അപ്രോക്സിമേറ്റ് അത്ര കേട്ടോ. ഇവിടെ ഉണ്ടോ ട്രക്ക് മേഖല മൊത്തം ഭരിക്കുന്ന ടാറ്റ കേട്ടോ. അതിലൊന്നും ചൈനീസ് കമ്പനികൾ അത്ര വളർന്നിട്ടില്ല. ടെസ്ലയൊക്കെ കണ്ടെന്നേ, അതാണ് ഏറ്റവും വലിയ അത്ഭുതം അല്ലേടാ? ടെസ്ല എത്ര ലാൻഡ് ക്രൂസർ പാടോയാ അല്ലേ? ഈ കാണുന്നതാണ് പൈസ. അതായത് 24 ലിറ്റർ കിട്ടി
ഇതാണ് കൊടുക്കേണ്ട പൈസ. ഭയ്യ താങ്ക് യു. भैया इधर നോ പമ്മ നോ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ്. में नहीं നോ. ആർമിക്ക് നമ്മുടെ സെയിം ആർമി വണ്ടി ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നേപ്പാളി ആർമിക്ക് നമ്മുടെ സെയിം ആർമി വണ്ടി ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ കാണുന്ന ഇവിടെ നിർത്തി. നേരത്തെ തന്നെ ഫോറിനറൊക്കെ നാളെ ആയിരിക്കുമല്ലോ. നാളെ 9:30 നാളെ 9 അല്ലേ? ഇതേ മസ്താങ് പോകുന്നു. മസ്താങ് ഈ കാണുന്ന മസ്താങ്ങിന്റെ പഴയ വണ്ടി കേട്ടോ. ലാൻസറൊക്കെ പോലെ ഇല്ലേ? ഇതാണ് മസ്താങ്. അല്ലടാ മസ്താങ് അല്ല മസ്ത. സോറി കേട്ടോ, പറഞ്ഞു മാറിപ്പോയതാ. മസ്താ. ഞങ്ങളല്ലേ ഇവിടെ ചാറ പറ ഫോട്ടോസ് ആട്ടോ. ഇതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട്. ഈ ബുൾജറ്റിലും ലിബിലി ബുൾജറ്റിലും. നിന്റെ എന്നാടാ പേര്? എന്റെ സെബിൻ ഷാജൻ. എന്ത് പരിഹാസം ഇത്? തനിക്കൊക്കെ ഉണ്ടോടാ? നിങ്ങൾ റസാഖ് ഒരു കിട്ടിയ ഫോട്ടോ എടുത്തേ. നിലത്ത് വെച്ച് ഫോക്കസ് ചെയ്ത് എവിടെയാ? എങ്ങനെ പൊട്ടി? ഇപ്പം വീണോ? പോടോ, ഇത് നിങ്ങൾ ഇവിടെ വെച്ചിട്ട് സെൽഫി അടിക്കാൻ വേണ്ടി വെച്ചതല്ലേ? ഇവിടെ റസാഖ് പുല്ല ഫോൺ വെച്ചിട്ട് പോയേ. ഫോക്കസ് എവിടെയാ? പുല്ലേല്. മാനിയ ഫോട്ടോ മാനിയ. നിങ്ങൾ ടൈം ബാക്ക് ഓഫ് ആക്കുക. എന്നാടാ ടൈം ബാക്ക് ഓഫ് ഗൈസ്, ഇവിടെ ഞങ്ങൾ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ ഇവിടെ ക്യാരംസ് ബോർഡ് ഉണ്ട് കേട്ടോ. ഇതെന്നാ ഫുള്ള് പൗഡറാണല്ലോ. റസാഖല്ലേ രാവിലെ പൗഡർ വേണമെന്ന് പറഞ്ഞു. ഇതാ നല്ലതായിരിക്കും. കണ്ടോ, ഞാൻ അടിച്ച് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഞാൻ പോകുമ്പോൾ ഭയങ്കര കളിക്കാരനായിരുന്നു. കണ്ടോ നമ്മുടെ നാട്ടിലെ പോലെ വലുതാ. അതിനാ വലിപ്പം നോക്കണ. ഇത് വെച്ച് അടിക്കും. പടപടേ കൊണ്ടോ, ഞാൻ അടിക്കാൻ തരാം. നീ അടിച്ചേ കൊണ്ടോ. നീ പോടാ. ഞാൻ അടിച്ചു തരി. എടാ നിന്നെ കൂടെ സാധിക്കില്ല. ആ അടിച്ചോ. എന്നാ പിടിച്ചോ, അടിച്ചതാ. അത് വീഴ്ത്തുന്ന കണ്ടോ. അങ്ങനെയൊന്നുമില്ല, നിയമമില്ലാത്ത കളിയായിരുന്നു. എല്ലാരും അടിക്കടാ. എടാ ഇതിനെ ഇന്ത്യൻ മണി പൈസ കൂടുതലായിരിക്കും. പോവാ. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഫുൾ അലമ്പാട്ടോ. അപ്പം ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകണം. അപ്പം ചേട്ടൻ വെള്ളം തരാമെന്ന് പറഞ്ഞു. ഓ ഇതറിയാനാ? ഹാ അച്ഛാ പൈസ ഇവിടെ വെള്ളമുണ്ട്. ഇതുകൊണ്ട് ഞാനത് കഴുകട്ടെ കേട്ടോ. അല്ലെങ്കിൽ എന്നെ സംഭവിക്കാന്ന് വെച്ചാൽ ഗ്ലാസ് വൃത്തികേടായി കിടക്കും കേട്ടോ. പൈപ്പിലടി അടി മത്താപ്പ്. പൈസ നോക്കും. അത് കഴുകി കൊണ്ടുപോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ പൊടിയായിരിക്കും കേട്ടോ. എന്താ പൊടി വറക്കുക, കഴുകിയിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. ഗൈസ്, ഞങ്ങളങ്ങനെ ഫൈനലി വണ്ടി എടുത്തു കേട്ടോ. നേരെ ഫ്രണ്ടിലേക്ക് പോകണം. എണ്ണ അടിച്ച് എത്ര കെട്ടുണ്ട് റസാഖ? മുക്കാലില്ലേ? മുക്കാലുണ്ട്. സെബിനും ലിബിനും ഒക്കെ ബേക്കിൽ കിടന്നു കേട്ടോ. അവർക്ക് കിടന്ന് കാഴ്ചകൾ കാണണം. അതല്ലെന്നേ ഞാൻ അവിടെ ഇരുന്ന് ഇവന് കിടക്കണോന്ന്. പിന്നെ ഇവന് വേറെ എന്നായിരുന്നു ഇവന്റെ ഒരു സന്തോഷമല്ല എന്റെ സന്തോഷം. ഞാൻ കൂടുതൽ ഒന്ന് വീണ്ടും കിടന്നു അല്ലേ. ഗൈസ്, ഞങ്ങൾ എന്തായാലും അപ്രോക്സിമേറ്റ് എന്നോ കൊലയോടോ. സൂപ്പർ കൊല കേട്ടോ. ഗൈസ് നോക്കൂ, ഏതാണ്ട് 2.5 മണിക്കൂറും 68 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇനി കാഠ്മണ്ഡുവിന്. ഇവിടെയൊക്കെ വാഴക്കൃഷി ഭയങ്കരമായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ കണ്ടിട്ട് തോന്നുന്നത്. ഇഷ്ടം പോലെ വാഴപ്പഴമാണ്. ഏത്തയല്ല കേട്ടോ, ചെറുപൂവൻ. മറ്റേ ഇതൊക്കെയായിരുന്നു പാളയംകോടൻ, പിന്നെ പൂവൻ, അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ കേട്ടോ. കോഴിപ്പഴം, റസാഖ് പൂപ്പഴം. ഞങ്ങളങ്ങനെ ഫൈനലി ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ഡെവലപ്മെന്റും സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് റോഡ് പണി അതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കാം. സത്യം പറഞ്ഞ റസാഖ, ഇത് നമ്മൾ വളഞ്ഞു മൂക്കൊടിക്കുക. ഞങ്ങൾ പണ്ട് ഓമിനി കൊണ്ട് പോയ റൂട്ടാണ് അത്. ശരിക്കും പറഞ്ഞാൽ റെക്സോളിൽ നിന്ന് 130 സംതിങ് കിലോമീറ്റർ ഉള്ളു കാഠ്മണ്ഡുവിന്. വഴി പക്ഷെ ഒന്നിനും കൊള്ളൂലെന്നേ ഉള്ളൂ. പക്ഷെ ഇത് വഴി ഭയങ്കര ലോങ്, 270-220 കിലോമീറ്റർ എങ്ങാനും ദൂരമുണ്ട്. ഇത് വളഞ്ഞു മൂക്കൊടിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വഴി. അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ കുന്നും മലയിലെ കയറി ഇറങ്ങിയുള്ളൊരു സെറ്റപ്പ് അല്ലേ. ഓക്കെ, നോക്കൂ, ലിബി ഇവിടെയുണ്ട്. സെബിൻ ഉറങ്ങി കേട്ടോ. സെബിൻ ഉറങ്ങി, അവന് ക്ഷീണമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇവിടുന്ന് ഇനിയിപ്പോൾ ഇങ്ങോട്ടാണ് നേരെ ടേൺ ചെയ്ത് പോകുന്നത് കേട്ടോ. അത്യാവശ്യം ബ്ലോക്കാട്ടോ. നല്ല രീതിയിൽ വണ്ടികളുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം ആദ്യമായിട്ടാണ് നമ്മുടെ ഹിമാചൽ പ്രദേശ് രജിസ്ട്രേഷൻ ഒരു ട്രക്ക് കാണുന്നത്. കൂടുതൽ ഇവരുടെ വണ്ടികളാട്ടോ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരാൻ നമ്മുടെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഗൈസ്, നാളെ കൃത്യം 9:30 നമ്മുടെ മീറ്റിംഗ് മീൻസ് വിസ സബ്മിഷൻ. അതായത് ചൈനയിൽ നിന്ന് ഇൻവിറ്റേഷൻ വന്ന് ടിബറ്റ് വഴി പോകുന്ന
ആ റൂട്ടിലെ സബ്മിഷൻ നാളെയാണ്. എല്ലാവരും ഏകദേശം എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ നേരത്തെ നമ്മുടെ ആ ഒരു ഏജൻറ്റിൻ്റെ ഞങ്ങൾക്ക് ഇവരൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെ അവർ വന്ന് മിണ്ടിയതാണ്. ആ സ്ഥലത്തോട്ടാണ് നമ്മളിപ്പോൾ നേരെ വണ്ടി കൊണ്ട് പോകുന്നത് കേട്ടോ. തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ പോയിട്ടുണ്ട് ഫ്രണ്ടിൽ. അത് കാണുന്നില്ല റസാക്ക, ജർമ്മൻ വണ്ടി. തൊട്ട് ഫ്രണ്ടിൽ ജർമ്മൻ വണ്ടി ഒരെണ്ണം പോയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിക്കോടാ, ആ കാണുന്ന മലനിരകൾ ഫുള്ള് വീടാട്ടോ, തീർലുക്ക്. അതായത് ഇതിലെങ്ങനെ നടന്നു പോകുന്ന പാനിപ്പൂരി കടക്കാരനാട്ടോ. പെട്ടെന്ന് പാനിപ്പൂരി കഴിക്കണമെന്നൊരു പൂതി. ലിപിക്ക് വേണോ ലിപി? ഇക്കായിക്കോ കുഴപ്പമില്ല, ഒരു പീസ്. ഗൈസ് നോക്കൂ, ആലുവന. ഗൈസ് നോക്കൂ, നല്ല കിടിലൻ പാനിപ്പൂരി കിട്ടും കേട്ടോ. കഴിക്കട്ടെ, കിടിലൻ പാനിപ്പൂരി ആണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇവനാ കിടിലൻ ഗൈസ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല കൈയൊന്നും മുക്കിയുള്ള പരിപാടിയല്ല കേട്ടോ. നല്ല ഗ്ലാസ്സിലെടുത്ത് ഉണ്ടോ, ഇങ്ങനെ മൂടി വെച്ച് നല്ല വൃത്തിക്കാ ചെയ്യുന്നു. ഇടക്കുമ്പോൾ കൈ കൊണ്ട് കിടക്കും. അല്ല പെർഫെക്ഷൻ ഇല്ലടാ. ഇതുണ്ട്. പാനിയില്ലാത്ത പാനപ്പുരി കണ്ടിട്ടുണ്ടോ? അതിനാ അല്ലേ, വണ്ടി കഴുകി ഇനി വൃത്തിയാക്കണുണ്ടോ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പം. എവിടെയെങ്കിലും കഴിയുന്ന സ്ഥലം കാഠ്മണ്ഡു മാത്രമേ നല്ല റോഡും നല്ല സംവിധാനങ്ങളൊക്കെ ഉള്ളൂ. അത് നേപ്പാളിൽ അങ്ങനെയാ. അയ്യോ അത്ര അറിയില്ലപ്പം. പുള്ളി ബീഹാറുകാരനാണ്. ഒരു ദിവസം ഇന്ത്യൻ മണി 500-600 രൂപയ്ക്ക് പണിയെടുക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഇത് കാരണം അത് അത്ര ഉണ്ടാവുള്ളൂ. കാരണം പാനിയും പൂരിയും സംഭവങ്ങളൊക്കെ കണ്ടറിയാം, കുറവാണല്ലോ. കഷ്ടമുണ്ടോ കേട്ടോ കണക്കിന്. ബീഹാർക്കാരനാ ഇവിടെ വന്ന് പണിയെടുക്കുക. ഇന്ത്യൻ നാഷണാലിറ്റി ആണ്, ഇന്ത്യക്ക് ആദ്മിയാണ്. ഗൈസ് നോക്കൂ, നമ്മൾ വണ്ടി നിർത്തിയത് ഈ കാണുന്ന ഇവിടെ കേട്ടോ. ഇവിടെ ഒരു ആട്ടും കൂടെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു നദി കേട്ടോ. പക്ഷെ ഇത് വറ്റി ഇതുണ്ട്. ഇവിടെ ഒരു ഗ്രാമം കണ്ടോ. എല്ലാ സ്ഥലത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് ഇതേപോലത്തെ തൂക്കുപാലങ്ങളാട്ടോ. ഇത് തട്ട് കൃഷിയാണ്. കിട്ടിലൻ വില്ലേജും സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്നെ സെറ്റപ്പ് നോക്കിയേ. ഫുള്ള് നേപ്പാൾ എന്ന് വെച്ചാൽ മൗണ്ടൻ ആണല്ലോ, കുന്നും മലയും നിറഞ്ഞ ഒരു പ്രദേശമാണല്ലോ നേപ്പാൾ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഫൈനലി നേരെ വണ്ടിയിനകത്തോട്ട് കയറും കേട്ടോ. വണ്ടി ഓടിച്ച് കാർബോണ്ട് ഇട്ടാക്കാം. കാരണം നാളെ നമുക്ക് കാറ്റ് വന്നു കഴിഞ്ഞാൽ പൊടിയാട്ടോ. ഹായ് ബേബീസ്. ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ ഈ കാണുന്ന ഇവിടെയൊക്കെ സിംഗിൾ വേ, എനിക്ക് ഡബിൾ വേ ആവും തോന്നും അല്ലേ? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഡബിൾ വേ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂറും 35 മിനിറ്റും 56 കിലോമീറ്ററും ഓടുന്നുണ്ടോ. 2 മണിക്കൂർ 35 മിനിറ്റുമാണ് ടൈം. ഭയങ്കര കച്ചറ റോഡ്, ഭയങ്കര കച്ചറ റോഡായതുകൊണ്ട് നമ്മുടെ വണ്ടിയുടെ ഏതൊക്കെയുണ്ട് നാടീനേരമ്പ് വരെ കിടന്ന് ഇളകും അല്ലേ റസക്ക? അതെ വണ്ടിയുടെ ഷോക്ക് തന്നെ വന്നത് നമ്മുടെ മറ്റേ സാധനം ഓട്ടോപൈലറ്റാ. കണ്ടുപിടിക്കുന്നത് ഫോഴ്സ് കണ്ടുപിടിച്ചോ തന്നെ കൊണ്ടോ പോകുന്നുണ്ടോ? ഓട്ടോപൈലറ്റാ. നോക്കൂ, റോഡ് മോശമായതുകൊണ്ട് ഭയങ്കര എല്ലാ ഭാഗങ്ങളും കിടന്ന് കുലുങ്ങും കേട്ടോ. ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ നടക്കും കേട്ടോ. എടാ ലിബിനെ, ഇവിടെ ഫുള്ള് ഹൂണ്ടായുടെ മെഷീനുകളാടാ. ഇതേത് കമ്പനിയാ? സച്ചാച്ചിയോ? ഇതൊക്കെ ചൈന ആയിരിക്കും കേട്ടോ. ചൈനീസ് മെഷീൻ ആയിരിക്കും. ഹൂണ്ടായുടെ മെഷീനുകളാട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. ഇതൊക്കെ ആദ്യമായിട്ടല്ലേ റസാക്ക ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് വണ്ടി ഓടിക്കുന്നത്? സത്യമല്ലേ? കഴിച്ച് നോക്കൂ, സത്യം കേട്ടോ. ദുബൈയില് ഓടിക്കാൻ ശ്രമിച്ചു. അപ്പാട് ഒരു സാധാരണ ബംഗാളിത്തെ ബാസില് ഒരു CID പിടിച്ച് ഇരുന്നിട്ടേ ഉള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് അപ്പാട് നമ്മളെ കൂടെയുള്ള ആള് പറഞ്ഞിട്ട് അന്ന് ജസ്റ്റ് ആയിട്ട് ഇരുന്നിട്ടേ ഉള്ളൂ, ഓടിച്ചിട്ടൊന്നുമില്ല പറഞ്ഞിട്ട് ഒഴിവാക്കി. അപ്പൊ നിങ്ങൾ എവിടെ ചെന്നാലും വള്ളിയാ. നോക്കൂ, ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ചില്ലറ ബ്ലോക്ക് ഒന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് ആട്ടോ. ഇങ്ങനത്തെ വഴി കൂടിയാണ് വണ്ടി ഓടുന്നത് കേട്ടോ. വളരെ മോശം റോഡാട്ടോ. എൻ്റെ തല്ലിപ്പൊളി റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലിപ്പൊളി റോഡ്. എൻ്റെ പൊന്നെ, നമ്മൾ വണ്ടീന് കഴിയ കാഠ്മണ്ഡുലൊക്കെ കൊണ്ടുപോകാനുണ്ടല്ലോ, മുമ്പിപ്പോയതിനാ കേട്ടോ. കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെയാണ്, ഫുള്ള് കൺസ്ട്രക്ഷൻ നടക്കുമല്ലോ. എനിക്ക് റോഡിൻ്റെ അവസ്ഥ. പണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലക്സ് ആയിരുന്നു. ഇപ്പോൾ ഹൈലക്സും ഇല്ല, തേങ്ങയില്ല. ചെറിയ വയസ്സിക്ക് ചൈനീസ് വണ്ടി കിട്ടുന്നുണ്ട്, അതാ കേട്ടോ. ഇനി എന്നാണ് സ്കോർപ്പിയോയുടെ വിൽപ്പന നിൽക്കുക. ഇതുകൊണ്ട് പണ്ട് ഏറ്റവും കൂടുതൽ ഇതായിരുന്നു കേട്ടോ, ഈ പോകുന്ന ഹൈലക്സ് ആയിരുന്നു. അപ്പോൾ അതില്ല കേട്ടോ. ഇതുപോലത്തെ ഉള്ള വഴി കൂടി കേട്ടോ നമ്മൾ നേരെ കാഠ്മണ്ഡുവിലേക്ക് പോകണേ. ഇവിടെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട വണ്ടി BYD കേട്ടോ. എന്തോരം വണ്ടിയെന്ന് നോക്കി, BYDയുടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഐസ് നോക്കി, ഇവിടെയൊക്കെ ഉണ്ടല്ലോ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ പരിപാടികളും കഴിഞ്ഞ് നടക്കും കേട്ടോ. ഞാൻ ഊമ്പി ഫുള്ള് ചെളിയാട്ടോ.
ഫുൾ ചെളി. ഇപ്പം നമ്മൾ നല്ല കേട്ടിലൻ ഒരു മലയുടെ അടിയിൽ കൂടെ ആട്ടോ സഞ്ചരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ ഭയങ്കര പൊടിയാണ്. ഗ്ലാസ് താത്തിയിട്ട് ഇവിടെ ഓടിക്കുന്നവരെ സമ്മതിക്കണല്ലേ, പൊടി തിന്ന് ചാവും അല്ലേ. നമുക്ക് ഗ്ലാസ് താത്തിയിട്ട് ഓരോ വണ്ടികൾ പോകുന്ന സമ്മതിക്കണം, ബസ്സിലൊക്കെ പോകുന്നത്, കാരണം പൊടി തിന്ന് ചാവും. നേപ്പാൾ ബോർഡറിൽ നിന്ന് തുടങ്ങിയതല്ലേ ഈ കട്ട് റോഡ്? അതെ, പറഞ്ഞില്ല അത്ര നല്ല ഗംഭീര റോഡൊക്കെ ഇനി കാഠ്മണ്ഡു ഒക്കെ ചെന്നാലേ കിട്ടുള്ളൂ കേട്ടോ. എല്ലാം കിട്ടാനൊക്കെ സാധ്യത വളരെ കുറവാണ്. കീട്ടിലൻ കൃഷി രീതി, ആഹാ എന്ത് ലുക്കാന്ന് നോക്കിയേ. ബോക്സ് ബോക്സ് പോലെ കിടക്കും കേട്ടോ. ആ കൈ സത്യം കേട്ടോ, ഒരു ഡ്രോൺ ഷോട്ട് പോലെ ഉണ്ട്. അമ്പോ എന്ത് ലുക്കാന്ന് നോക്കിയേ. നേപ്പാൾ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഗൈസ് നമ്മളുണ്ടല്ലോ കുറേ നേരം ഇങ്ങനെ യാത്ര ചെയ്ത് വരുന്നത്. ഗ്രൗണ്ടാ കൃഷി ചെയ്യുന്നല്ലേ, ഗ്രൗണ്ടിലല്ലേ? ആ കണ്ടു. നമ്മൾ കുറേ നേരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ടൗണുകൾ കിട്ടും കേട്ടോ. വലിയ ടൗണുകളൊന്നുമില്ല, ചെറിയ ചെറിയ ടൗണുകൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ടൗൺ ഒന്ന് കാഠ്മണ്ഡു ഒന്ന് പൊക്രായെന്ന് തോന്നുന്നു അല്ലേ ലിബിനെ? പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ നമ്മൾ അന്ന് ചൈന ബോർഡിൽ പോയിട്ട് അപ്പൊ നമ്മൾ ചൈനയിലോട്ട് നോക്കി അല്ലേ. അന്ന് നമ്മൾ പറഞ്ഞില്ല നമ്മൾ നാളെ അറിയാം ലിബിനെ, ഏത് ബോർഡറാണോ പോകുന്നതെന്നുള്ളത് നാളെ നമുക്ക് കറക്റ്റ് അറിയാം. ചൈനയായിട്ട് കുറെ ബോർഡുണ്ട്, പിന്നെ 2-3 ബോർഡർ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കുറേ നേരം കേട്ടോ നല്ല ബ്ലോക്കാണ്. ഇപ്പൊ ഒന്ന് ചെറിയ രീതിയിലൊന്ന് അനങ്ങി കേട്ടോ. എന്നാ വലിയ ബ്ലോക്കാന്ന് നോക്കിയേ. ഇപ്പൊ ഒന്ന് ചെറിയ രീതിയിൽ അനങ്ങി കേട്ടോ. അതിന്റെ കാര്യം ചില സ്ഥലങ്ങളിൽ റോഡ് പണിയുണ്ട്, പിന്നെ ആ റോഡ് പണിയുടെ ബന്ധമായിട്ടാണ് വണ്ടികൾ പിടിച്ചു വെക്കും, അങ്ങനെയാണ് ബ്ലോക്ക് റോഡ് വരുന്നത്. കുറച്ചാണെങ്കിൽ വീണ്ടും നിൽക്കും, കുറച്ചാണെങ്കിൽ വീണ്ടും നിൽക്കും. റോഡല്ല, കുറച്ചായിട്ട് ഇത് തന്നെ സംഭവിക്കണം. എന്താണ് റസാഖ് നിങ്ങളുടെ വായിന്ന് എന്തെങ്കിലും ഒന്ന് മൊഴിയൂ റസാഖ്? കുറച്ച് മെലിപ്പിക്കണം, താന്ത് കുറയ്ക്കുന്ന പോലെ അല്ല. അടിപൊളിയാട്ടോ ബസ്സുകാരുടെ അലക്കം പോക്കാം. അമ്മമാരൊന്നും നോക്കുന്നില്ല കേട്ടോ, വെച്ച് അലക്കൂടല്ലേ ബസ്സൊക്കെ. എത്ര സമയം ബ്ലോക്ക് എന്ന് അറിയാവോ? ചില്ലറ ബ്ലോക്കൊന്നും അല്ല കേട്ടോ, അന്യായ ബ്ലോക്കാ. എന്റെ അമ്മേ, റോഡ് പണിയാണോ റസാഖ്? കാണാവോ റസാഖ? അവിടെ തന്നെ റോഡ് പണിയാണോ എല്ലാം കാണാവോ? 28 മിനിറ്റ് അല്ല സോറി 28 കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി 1.5 മണിക്കൂർ കേട്ടോ പറയണേ. അപ്പൊ അത്ര കൺജസ്റ്റഡ് ആയിരിക്കും ഇപ്പൊ കാഠ്മണ്ഡു. സെബിൻ എണീറ്റില്ലല്ലേ? സെബിൻ ഉറങ്ങിപ്പോയി. ഈ കൊല്ലം പോലെ കേട്ടോ, അങ്ങ് വരെ ബ്ലോക്കാ. കാഠ്മണ്ഡു എത്തുന്നതിന്റെ തൊട്ട് മുന്നിൽ നോക്കിയേ, അടിപൊളി. എന്റെ പൊന്നെ, ഇത് എന്തോരെയാ കിടക്കണെന്ന് നോക്കിയത്. ഇവിടെയൊക്കെ ട്രക്കുകൾ കിടക്കും കേട്ടോ. സെബിൻ എണീറ്റോടാ. സെബിൻ എണീറ്റ് നോക്കിയേ. റസാഖ് അങ്ങ് മേളില് വീട് നോക്കിയേ. എവിടെ? ഇത് കണ്ടോ ഗൈസ്, നോക്കൂ ഇവരുടെ വീടുകളാട്ടെ കാണണേ. എന്ത് രസമായിരിക്കും എന്നറിയാമോ? പക്ഷെ പൊടി, അത് അപാര പൊടിയായിരിക്കും കേട്ടോ. ഇത് നോക്കിയാ കേറിപ്പോ നോക്കിയേ. ഇതന്നെ ഇതിലേ പോകുന്നു, ഇതിലേ പോകുന്നു. ഇതന്നെ ഗെയിം കളിയോ? അടക്കട്ടെ കേട്ടോ. ഗംഭീര ബ്ലോക്കാട്ടോ, വണ്ടി ബ്ലോക്കിൽ കിടക്കുക. എപ്പം തീരാനെന്ന് നോക്കിയേ. കാഠ്മണ്ഡുന്ന് കയറുന്ന ബ്ലോക്കായിട്ട് കാണുന്നു നോക്കിയേ. അങ്ങ് ബ്ലോക്കാട്ടോ. ഏതാണ്ട് 30 സംതിങ് 20 സംതിങ് ആണ് ഇനി കാഠ്മണ്ഡുവിനുള്ളത്. ഇത് തീർന്നിട്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ടൂറിസ്റ്റുകളും ഭയങ്കരമാണ്. വീക്കെൻഡ് ആയതിൻ്റെ ഇതാന്ന് തോന്നുന്നു. കാരണം നല്ല രീതിയിൽ ടൂറിസ്റ്റുകളുണ്ടോ? നീ എപ്പോഴും എണീറ്റാ? നീ സംസാരിച്ചേ? നീ സംസാരിച്ചേട്ടാ? ഈ ശിവന്റെ തൊണ്ടയൊക്കെ അടിക്കും കേട്ടോ. ലിബിന നീ എന്നെ എടുക്കുവാടി അവിടെ? നോക്കൂ, എന്തായാലും ബ്ലോക്ക് കഴിയട്ടോ കേട്ടോ. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഈ കൊല്ലം നമുക്ക് കാഠ്മണ്ഡു കാണാൻ പറ്റും തോന്നില്ല കേട്ടോ. ഒരു ദിവസം നേരത്തെ വന്ന് എന്തായാലും നന്നായി. മുട്ടിഞ്ഞ ബ്ലോക്ക് കേട്ടോ. നോക്കിയേ, ഇതിൻ്റെ തൊട്ടിടയിലാണ് ഞങ്ങളുടെ വണ്ടി കിടക്കണത്. ഇതുണ്ടോ, ഇത് ഈ കാണുന്ന ഇവിടെയാണ് നമ്മുടെ വണ്ടി കിടക്കണേ. ഇത് ഈ കൊല്ലം അനങ്ങുമെന്ന് തോന്നില്ല കേട്ടോ. എൻ്റെ പൊന്നെ, ഫുൾ ബ്ലോക്ക് കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് നിന്ന് കയറുന്നത്. വെരി ഗുഡ്. പോയി 6 അടിച്ചിട്ടോ മോനെ, അടിപൊളി. എൻ്റെ അമ്മു ഇല്ല. അടിച്ച് എടാ വേറെന്താടാ സെബിനെ? കിളിയല്ല അവൻ, അവൻ്റെ മേളിലുള്ള എന്തോ സാധനം. ഗൈസ്, ഞങ്ങൾ വണ്ടിക്കുള്ളിൽ കയറിട്ടോ. കട്ട ബ്ലോക്ക്. വെറുതെ പോലീസുകാരെ കൊണ്ട് പോലും നീന്തിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ കാണുന്ന JCB ഉണ്ടോ? JCB അല്ല, ഈ ഹിറ്റാച്ചി പോലത്തെ എസ്കേറ്റർ. അതിനിപ്പം ഇങ്ങോട്ട് വരണമെങ്കിൽ ഇത് മൊത്തം ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഇങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അടിപൊളി. ഇതാണ് ആരും നിയന്ത്രിക്കാനില്ല കേട്ടോ. അവരവരുടെ ഇഷ്ടത്തിന് മാത്രം. നമുക്ക് 4 പേരുണ്ട് നിയന്ത്രിക്കാൻ. ഇതെന്തൊരു കഷ്ടം.
അടി പൊട്ടിയിട്ടുണ്ടാവും. എന്താ അല്ലേ രസമൊക്കെ. ഗ്യാപ്പ് ഇല്ലാത്തടത്തോട്ട് 5-8 വണ്ടി ഒരുമിച്ച് കയറുന്നു. നോക്കിയാൽ രണ്ട് അങ്ങോട്ടൊരു വണ്ടി ഇങ്ങോട്ടൊരു വണ്ടി പോകേണ്ടത് ഒറ്റ വരി തന്നെ 4 വണ്ടി, അപ്പുറത്തൊന്നും 4. ആർക്കും ഇല്ലാതെ ഇവിടുന്ന് പെട്ടെന്ന് ലൈസൻസ് കിട്ടും നേപ്പാളിൽ നിന്ന്. ഞാൻ ഓടിച്ചിട്ടില്ല, എനിക്ക് അത് കിട്ടും. ഒരു രക്ഷയില്ല കേട്ടോ. എന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മളവിടെ കിടന്നിട്ട് നമ്മുടെ വണ്ടിക്കിട്ട് അടി പിടി വേറെ വഴിയൊന്നുമില്ല. കാരണം ഞങ്ങളിങ്ങനെ ചവിട്ടിക്കുട്ടി എടുക്കും കേട്ടോ. കൈയൊക്കെയുള്ള ഇവിടെ കാരന്മാരല്ല ഇവിടെ അല്ലേ. പോട്ടെ പോട്ടെ പോട്ടെ. ഇവിടുത്തെ വണ്ടി എന്ന് വെച്ചാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് ഇവരുടെ വണ്ടി കയറിപ്പോ. നമ്മൾ പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ ഒരു കാരണവശാലും ഇവര് സമ്മതിക്കുന്നില്ല. ഒരു കിറ്റാറ്റ് കാരണമാണ് ഇത്രയും ബ്ലോക്ക് മൊത്തം ഉണ്ട്. ഇവൻ അവിടെ കുഴിയുണ്ട് കേട്ടോ, നോക്കണേ. അതിലൊരാൾ കയറ്റി വിടാം, എന്നിട്ട് നമുക്ക് ലൈൻ എടുക്കും. സമ്മതിക്കില്ല കേട്ടോ, ബേക്ക് അന്നത്തേനും കുത്തിക്കയറ്റല്ലേ. നോക്കണേ, ഇവിടെ ഒന്ന് അങ്ങോട്ട് ഒതുക്കിയാണ്, അങ്ങോട്ടും അങ്ങോട്ട് ഒതുക്കി അത്രയും ഗ്യാപ്പ് ഉണ്ടോ കാണിച്ചാൽ ആന്ന് ഇവർ തരുന്നില്ല. കണ്ടില്ലേ, നമുക്ക് സെന്റർ വെക്കുന്നതായിരിക്കും നല്ലത്. നോക്കി, ഈ ഒരു വണ്ടിയും അവിടെ ഒരു ലോറി ഉണ്ട്. ആ 2 ലോറി കുടുങ്ങിയപ്പോഴാണ് ഒറ്റയടിക്ക് ബ്ലോക്ക് ആയിപ്പോയി. മൂല നോക്കണം, മൂല മുട്ടിച്ചാട്ടാൻ വെച്ചേക്കുന്നത്. നോക്കണേ, എന്തോരം അങ്ങോട്ട് നോക്കിയാ നീ. അങ്ങോട്ടും ബ്ലോക്കാ. അത് വീടുകളാണല്ലോ ഇവനെ, വീടുകളും മലകളും കേട്ടോ. അവിടെ ഏകദേശം ഒരു 10 കിലോമീറ്റർ ബ്ലോക്കാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ 5 കിലോമീറ്റർ കഴിഞ്ഞു, വണ്ടി കിടക്കുന്നു. അല്ല ഇത് എന്നെ ബ്ലോക്കാന്ന് നോക്കിയേ. കാഠ്മണ്ഡു ഒരു കണക്കാട്ടോ. എടാ ഈ സമയത്തുണ്ടോ സെബിനെ, കാഠ്മണ്ഡു ചെല്ലാൻ നേരത്ത് നമ്മളിങ്ങനെ മലയിൽ ഇങ്ങനെ തട്ടായിട്ട് വീട് നിൽക്കൂലേ, അതിന്റെ ഒരു കിടിലം വ്യൂ കിട്ടും. ഈ സമയത്ത് ചെല്ലണം, ഒരു 3:30-4. നോക്കൂ, ഇതേ ഒറിജിനൽ കോപ്പി വോൾവോ കോപ്പി കേട്ടോ. ഇത് ഇന്ത്യയിൽ നിന്ന് കെട്ടിയതാന്ന് എന്റെ വിശ്വാസം. അതെ 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 നോക്കിയേ, ഇന്ത്യയിൽ ഇത് കൂട്ട് കുറെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട്. കോപ്പി കേട്ടോ, ഫസ്റ്റ് കോപ്പി. ഇതാണ് ഫസ്റ്റ് കോപ്പി വാച്ച് എന്നൊക്കെ പറയില്ലേ, അതുപോലെ വോൾവോയുടെ ഫസ്റ്റ് കോപ്പി ആട്ടോ ഇപ്പോണേ. നേപ്പാളിൽ തുരങ്കം ഉണ്ടാക്കുന്നു. പണിയുന്ന ഇന്ത്യയാണോ ചൈനയാണോ? ഇത് ചൈന കമ്പനി, ചൈന ലെറ്റർ ഉണ്ട് ഇതില്. ചൈന ലെറ്റർ കണ്ടില്ലേ ഇവനെ? അങ്ങോട്ട് നോക്കിയവനെ, അതിന്റെ അങ്ങോട്ടത്തോട് നോക്കിയ ചൈന ലെറ്റർ കണ്ടില്ലേ നീ? അങ്ങോട്ട് പോണേ, നമ്മുടെ റോഡിൽ അതിനാ ചൈന ലെറ്റർ ഉണ്ടെന്നേ. ഓ, ചൈനീസ് കമ്പനിയാ, ഫുള്ള് ചൈനീസ് കമ്പനിയാ. ഇത് കണ്ടോ, അതാണ് ടണൽ കേട്ടോ. ഫുള്ള് ചൈന ആയിട്ടോ അല്ലേ. ഇവ നമ്മൾ കഴിഞ്ഞ താത്താപ്പേരി പോയപ്പോയില്ലേ, ഫുള്ള് ചൈനയാണ്. അവിടെ ഡാം ഒക്കെ കെട്ടിയത് നോക്കിയാൽ. നേപ്പാളിൽ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ട്രാവലർ അങ്ങോട്ട് പോയില്ലേ. പിന്നെ ചിലപ്പോൾ ഫോഴ്സ് കമ്പനി ഉണ്ടാവില്ല, ചിലപ്പോൾ ഡീലർ ഉണ്ടാവും. മൂന്നാമത്തേതാ സർവീസ് ഉണ്ടാവില്ല അതിനവിടെ. വേണമെന്ന് കാണിക്കണോ? വേറെ രാജ്യം ആയതുകൊണ്ട് ചിലപ്പം പാർട്സ് ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്. നോക്കണോ? നാളെ നോക്കാം അല്ലേ. വിസയുടെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പ്രസാദം ചെയ്യാം അല്ലേ. നമ്മളങ്ങനെ കാഠ്മണ്ഡുവിന്റെ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടുന്ന് നമുക്ക് 6.5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ എത്തേണ്ട ഹോട്ടലുണ്ട്. അവിടെയാണ് നമ്മുടെ എല്ലാ പരിപാടിയും വിസയത്തിന്റെ സംഭവങ്ങളൊക്കെ വരിക. അപ്പൊ നമുക്ക് അവിടെ ചെല്ലണം. അവിടെ അപ്പം നമ്മുടെ കൂട്ടത്തിൽ പോകുന്ന ഗ്രൂപ്പിൽ ആൾക്കാരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അവിടെ ഒന്ന് പോയി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട്, അതെ, എന്നിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് വേറെ സ്ഥലത്തോട്ട് പോകും കേട്ടോ. ഞങ്ങളെ ഇവര് പറഞ്ഞ വഴിയിലോട്ട് കറക്റ്റായിട്ട് ഇവിടെ കുറെ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ ഉള്ളിൽ കുറെ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. റോഡാ അത്. ചെറിയ ചെറിയ വലിയ വഴികളുണ്ടല്ലോ ഇവിടെ. ഏതൊരു ഹോട്ടലാണ് ഫോറിനേഴ്സ് താമസിക്കുന്നത്. ഇവിടെയാണ് വരാൻ പറഞ്ഞത്. അപ്പൊ അവരോട് നമ്മൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കട്ടെ, അങ്ങോട്ട് വരാൻ പറയുന്നത് നല്ലത്. ഇവരൊക്കെ വണ്ടി എവിടെ ഇട്ട് ഉറങ്ങുന്നാവോ അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ വണ്ടി എവിടെയെങ്കിലും മാറ്റി പാർക്ക് ചെയ്തിട്ട് ഒരു ഹോട്ടലിൽ റൂം എടുത്താക്കുന്നതായിരിക്കും. പാർക്കിംഗ് കാണുന്നത് ഗൈസ് നോക്കൂ, ഞങ്ങളുണ്ടല്ലോ ഇന്ന് ഇച്ചിരി നേരത്തെ വന്നായിരുന്നു കാഠ്മണ്ഡു. ഞങ്ങള് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. ജസ്റ്റ് ഇവിടുത്തെ മാളുകളിലും പിന്നെ അങ്കിളിന്റെ ചിക്കൻ, അതായത് ഫ്രഞ്ച് കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ, കണ്ടന്റ് ഫ്രൈ ചിക്കൻ ഗൈസ് അവിടെ എല്ലാം പോയി. ഞങ്ങൾ നേരെ വണ്ടി വന്നു. ഇപ്പോൾ ഒരു ടൗണിലായിട്ടാണ്. ഞങ്ങൾ ഏതാനും 1 മണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് ഞങ്ങൾ പമ്പിലേക്ക് മാറ്റും. പിന്നെ ഡോർ ആരും തുറക്കുന്നൊന്നുമില്ലോ. പെട്ടെന്ന് വിമാനത്തിലാണ് നോക്കിയത്. അതിനാ ബിസിനസ് ക്ലാസ് ആണ്. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട പോലെ ഉറക്കത്തെണീച്ചിട്ട് പോയേ സംസാരിച്ചേട്ടാ, സംസാരിച്ചേ. സൗണ്ട് പോയി
സൗണ്ട് ഇല്ല കേട്ടോ. വണ്ടി ലാസ്റ്റ് അവസാനം പുറത്തിറങ്ങി നോക്കിയിട്ട് വണ്ടി പോകുന്നില്ല. വിശ്വാസ് കെ അന്തരായക. എന്നിട്ടാ പുറത്ത് ഗൈസ് നോക്കൂ, ഞങ്ങൾ കുറച്ചു നേരം വണ്ടിയൊക്കെ എല്ലാവർക്കും വയറുണ്ട് കേട്ടോ. ഇതുണ്ടോ? വയറെല്ലാവരും മുന്നേ ഇരിക്കുന്നു. വയറല്ലടാ. എന്താണ് ഇത്? എന്താണ് ഇത്? എന്താണ് ഇത്?